ഹായ് എവ്രി വൺ. ഇന്ന് നിങ്ങളുടെ മൈൻഡ് സെറ്റ്, അതായത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയുള്ളതാവണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇന്ന് നിങ്ങളുടെ സെൽഫ് കെയറിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ്. അതുപോലെ ഇന്ന് നിങ്ങളൊരു നർച്ചറിങ് എനർജിയിലാവണം ഇന്നുണ്ടാവേണ്ടുന്നത്. വളരെ ജെൻറ്റിലായ ഒരു ഇന്നർ സ്റ്റെബിലിറ്റിയോടുകൂടി മുന്നോട്ട് പോകുക. ഒന്നും ഓവർ ഗിവിങ് ചെയ്യാതെ നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാവണം അത് എന്നും യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വ്യക്തമായ ഉറച്ച തീരുമാനമെടുത്ത് ഒരു സെൽഫ് കൺട്രോൾ വെച്ച് മുന്നോട്ട് പോകുക എന്നും യൂണിവേഴ്സ് പറയുന്നു. തീരുമാനമെടുക്കുന്നത് അത് നിങ്ങൾ സ്വയം എടുക്കുക എന്നും യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം എന്നും യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. നിങ്ങളിലെ പഴയ ചില വിശ്വാസങ്ങൾ അല്ലെങ്കിൽ പഴയ ചില ആറ്റിറ്റ്യൂഡ്സ്, ചില ഫിയേഴ്സ്, അതിനെല്ലാം വിട്ടുകളഞ്ഞേക്കുക. അല്ലെങ്കിൽ ചില ഇമോഷണൽ ലോസസ്, കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന ഇമോഷണൽ ലോസസ്, അതിനെല്ലാം നിങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. ഇപ്പോഴുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം ചില എൻഡിങ്സ് അവിടെ ആവശ്യമാണ് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. അതുപോലെ തന്നെ ചില സമയത്തെങ്കിലും ഒറ്റയ്ക്കാണ് എന്ന ഫീല് വന്നാൽ, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽപ്പ് ആവശ്യമുണ്ട് എന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആ ഹെൽപ്പ് ചോദിക്കാൻ മടിക്കരുത് എന്നും യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ആ ഹെൽപ്പ് സ്വീകരിക്കാനായിട്ട് ഒരു ഓപ്പൺനെസ് ഉള്ളൊരു ആറ്റിറ്റ്യൂഡ് അക്കാര്യത്തിൽ ഉണ്ടാവണം എന്നും യൂണിവേഴ്സ് പറയുന്നു. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് സെൽഫ് ലവ് ഉണ്ടാകണം. ഒരു ഫോക്കസ് വെച്ചിട്ട് നിങ്ങളുടെ പഴയ ഫിയേഴ്സിനെല്ലാം വിട്ടുകളഞ്ഞ് ഒരു ഓപ്പൺനെസ് ആയിട്ടുള്ള മൈൻഡോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ, രാജി.